അമേരിക്കയ്ക്ക് ശേഷം ആണവായുധം ഉണ്ടാക്കിയത് ഒന്ന് സോവിയറ്റ് റഷ്യയാണ്. സോവിയറ്റ് റഷ്യ തടയാൻ അവർ നോക്കി നടന്നില്ല, നടക്കില്ല. കാരണം ഈ ന്യൂക്ലിയർ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ഹിറ്റ്ലറുടെ പരീക്ഷണങ്ങൾ തുടക്കമിട്ട ആളുകളെ യുദ്ധാനന്തരം ഇവർ പകുത്തെടുക്കുകയായിരുന്നു. അതിൽ കുറേ റഷ്യക്കും കിട്ടി. ഈ റോക്കറ്റ് ടെക്നോളജി എല്ലാം ഹിറ്റ്ലറാണ് തുടക്കട്ടത്. ഈ സയൻറ്റിസ്റ്റുകളെ ഇവർ തട്ടിക്കൊണ്ടുപോയിട്ടാണ് ഇവർ നേടിയെടുത്തത്. അമേരിക്ക ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ജൂത സയൻറ്റിസ്റ്റുകൾ പേടിച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങനെയാണ് അമേരിക്ക ഓട്ടോഹാൻ അതിൻ്റെ നേതൃത്വത്തിൽ ആ പ്രൊജക്റ്റ് വിജയിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടനും ഫ്രാൻസും പിന്നെ ചൈനയും ആണവശക്തികളായി. ഈ ഘട്ടത്തിലാണ് ഇന്ത്യ നമ്മളെ ചുറ്റും ചൈന ഒരു വലിയ ശക്തി, ഈ ആണവശക്തിയായി നമ്മുടെ ശത്രുരാജ്യമായതോടുകൂടി ഇന്ത്യക്ക് മറ്റു വഴിയില്ല. റഷ്യ നമ്മളെ സഹായിക്കാൻ റെഡിയാണ്. കാരണം റഷ്യക്ക് ചൈനേനെ പേടിയാണ്. കാരണം ചൈനക്കാരെ ഉണ്ടാക്കിയ റഷ്യ ആണെങ്കിൽ പോലും പിന്നെ അവരായിട്ട് ഒരു യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചൈനക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. ലോകത്താർക്കും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ചൈനക്കാർ. ശരിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ത്യ അതിനു വേണ്ടിയുള്ള പരീക്ഷണമാണ് ഓരോ ഘട്ടത്തിൽ നമ്മളെ സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ അടുത്ത കാലത്ത് വന്ന ഹോമി ഭാവേന തോന്നുന്നു, അല്ലെങ്കിൽ വിക്രം സാരാഭായിയോ, നമ്മളെ പ്രധാനപ്പെട്ട ഒരാളെ ഒരു ആൽസ് പർവ്വതത്തിന് മുകളിൽ ഒരു വിമാനം മൊത്തം ബോംബ് ചെയ്തിട്ടാണ് അയാളെ കൊന്നത്. അതെ, വിമാനത്തിൽ ബോംബ് വെച്ചിട്ട് ആൽസ് പർവ്വതം തകർന്നില്ല. അടുത്ത കാലത്താണ് അത് അങ്ങനെ, അതുകൊണ്ട് നമ്മൾ സംശയിച്ചതാണ് അങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ ഇതിനൊക്കെ ഒരു യെസ് പറയുന്ന ആളായിരുന്നു നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ വിഷം കുത്തി വെച്ച് കൊന്നു. റഷ്യക്കാരല്ല കൊന്നത്, യുവമാരാണ് കൊന്നത്. പിന്നെ ഇന്ദിരാഗാന്ധിനെ വെടിവെച്ച് കൊന്നു. ഇന്ദിരാഗാന്ധിയാണ് പരീക്ഷണം നടത്തിയത് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട്. അപ്പോൾ ഇന്ത്യ ഇത് നേടലിന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നേടിയെടുത്തു. റഷ്യ, താങ്ക്സ് ടു റഷ്യ. പിന്നെ നമ്മളെ സയൻറ്റിസ്റ്റുകളുടെ ഡെഡിക്കേഷൻ. നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറ്റം പറഞ്ഞ് പറയുമ്പോൾ, അല്ലെങ്കിൽ മല്ലിക സാരാഭായിനെ കുറ്റം പറഞ്ഞ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്നത്തെ രാജ്യത്തെ ഈ നട്ടലുയർത്തി നിർത്താൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മല്ലിക സാരാഭായിയുടെ കുടുംബം. അവരോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും സാരാഭായി എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൂടി നോക്കണം. നെഹ്റു എന്ന് പറയുമ്പോഴും അവരെ ആ സിസ്റ്റത്തെ വളർത്തിക്കൊണ്ട് നെഹ്റുവിന് വലിയ പങ്കുണ്ട്, സയൻറ്റിസ്റ്റുകളുടെ. അങ്ങനെ നമ്മൾ ആദ്യത്തെ പരീക്ഷണം നടത്തി. പക്ഷേ അത് നമ്മൾ പരിധി കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ബോംബ് ഉണ്ടാക്കാനുള്ള ശേഷി വന്നു. ഇതിന് ശേഷം ഇതേ സമയത്ത് ഇസ്രായേൽ പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ എന്ന് വെച്ചാൽ ഈ ആഗോള നിയമങ്ങളെ ലംഘിക്കാനും പാടില്ല എന്ന സാധനം വേണം. വിഭവന്മാർ കണ്ണടിച്ചു കൊടുത്തു. ഇവർ അന്ന് സൗത്ത് ആഫ്രിക്കനെ പൂട്ടിപ്പിടിച്ച് സൗത്ത് ആഫ്രിക്കൻ അടുത്തുള്ള കടലിലാണ് ഇവർ പരീക്ഷണം നടത്തിയത്. ബോംബ് നേരിട്ട് പിന്നെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. പിന്നെ സെവൻ ഡേ വാറിൽ തോൽക്കുകയാണെങ്കിൽ പിന്നെ ഈ ബോംബ് അവിടെ സിനായ് കുന്നുകൾ പൊട്ടിക്കാനായിരുന്നു ഇവിടെ പ്ലാൻ. പക്ഷേ അവർ ഭാഗ്യത്തിന് ജയിച്ചു. അതുകൊണ്ട് രണ്ടാമത്തെ അറ്റോമിക് അറ്റാക്ക് ഉണ്ടായില്ല. പക്ഷേ ലോകരാജ്യങ്ങൾ കണ്ണടച്ചു. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഈ പറയുന്ന വാജ്പേയി ഗവൺമെൻറ് വരുന്നത്. BJPക്കാർക്ക് എന്താ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ന്യൂക്ലിയർ വെപ്പൺസ് കയ്യിലുണ്ടെങ്കിൽ നമ്മളെ തൊടാൻ മടി. പ്രധാന ഡെങ് സിയാവോപ്പിങ്ങിനെ ഇല്ലാതാക്കണമെന്ന് അമേരിക്കക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചെയ്യാത്തൊന്നുണ്ടോ, ഈ സാധനം കയ്യിലുണ്ട്, ഇയാളെടുത്ത് ഉപയോഗിക്കും. അവിടെ പൊട്ടിച്ചാലും മതി, ചുറ്റുള്ള കുറേ തീരും. ശരിയാണ്, മനസ്സിലായില്ലേ? അപ്പം വാജ്പേയി ഇതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അപ്പുറത്ത് ഈ പറയുന്ന പോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെല്ലാം BJPക്കാർ നോട്ടിട്ടിരുന്നു. പക്ഷേ അതിന് മുമ്പേ അതുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഇനി അവരധികം പിണക്കണ്ട, നരസിംഹറാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അമേരിക്കനെ അധികം പിണക്കണ്ട എന്നുള്ളതാണ്. അന്ന് ലിബറലൈസേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അന്നൊരു പോളിസിയായിരുന്നു. പക്ഷേ വാജ്പേയി എന്നപ്പോൾ നോട് കൊടുത്തു, നമ്മൾ ചെയ്തു.